ശ്രീ വിജേഷ്. അച്ഛൻ്റെ കത്തിൽ പറയുന്നത് പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കരുത്, രഹസ്യമായി ഈ കത്ത് നേതാക്കളെ ഏൽപ്പിക്കണം, അവർ 10 ദിവസം കഴിഞ്ഞും ഒന്നും ചെയ്തില്ലെങ്കിൽ മാത്രം ഈ കത്ത് പോലീസിനും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ കത്ത് വായിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. കത്ത് വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റിയുടെ കുഴപ്പമുണ്ടെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു എന്ന് വി ഡി സതീശൻ പറയുന്നു. വിജേഷ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, ഞാൻ ചോദിച്ചത് കത്ത് കേൾക്കാം. കത്ത് വായിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റി ഇല്ലെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു എന്ന് വി ഡി സതീശൻ പറയുന്നു. ഈ രണ്ട് സംഭവങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരിട്ട് പോയല്ലേ രണ്ടുപേർക്കും കത്ത് കൊടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് പറയാനുള്ളൂ. അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ വേറെ രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വി ഡി സതീശനെ എന്നാണ് കണ്ടത്, ഓർമ്മയുണ്ടോ? മൂന്നാം തീയതി. പത്മജയ്ക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുക? അച്ഛൻ്റെ കത്ത് ഇപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. അച്ഛൻ 2 കത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് നേതാക്കൾക്കും, രണ്ടാമത്തേത് നിങ്ങൾക്കും. എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. വി ഡി സതീശനും കെ സുധാകരനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തുണ്ട്. ഈ കത്തൊക്കെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? പല നേതാക്കളും ഈ കത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ പേര് കോപ്പി ടു വി ഡി സതീശൻ എന്ന് വേറൊരു മഷിയിലാണ് എഴുതിയിരുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയ കത്തിൻ്റെ കൂടെ തന്നെ ഈ 4 കത്തും വേറെ വേറെയാക്കി അച്ഛൻ തന്നെ അഡ്രസ്സ് എല്ലാം ചെയ്തിട്ടുള്ള കത്താണ്. ഇപ്പൊ നേതാക്കൾ ഈ പറയുന്ന വിശദീകരണങ്ങളിൽ വല്ല കാര്യവും നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുത്തു എന്ന് മാത്രം. അല്ല, ഈ കൊടുക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? കെ സുധാകരനെയും വി ഡി സതീശനെയും കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൊടുത്തത് ആദ്യം അവര് എന്തായിരുന്നു കേട്ടില്ല. വി ഡി സതീശനെയും കെ സുധാകരനെയും കത്തുമായി പോയി കണ്ടപ്പോഴുള്ള അനുഭവം. വി ഡി സതീശൻ പോയ സമയത്ത് സതീശൻ സാറ് പറഞ്ഞത് ഇതിനൊരു ക്ലാരിറ്റി ഇല്ല, ഇത് വ്യക്തികളാണ്, പാർട്ടി അല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റവരെ കണ്ട സമയത്തും അവർ ചെയ്യാം, നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. വി ഡി സതീശൻ പറഞ്ഞത് 2 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, പാർട്ടി നേതാക്കളോട് എല്ലാവരോടും ആലോചിക്കണം, KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനൊന്നുള്ള സമയം കൊടുത്തില്ല, അതിനു മുമ്പ് നിങ്ങൾ കത്ത് പുറത്തു വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പത്ത് ദിവസം കഴിഞ്ഞില്ലേ? 10 ദിവസം കഴിഞ്ഞു. ഇത് ഇത്രയും പലിശ എന്നൊക്കെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വരുന്ന സംഭവമല്ലേ? ഇപ്പം ഇത്രയും ദിവസം ഒന്നാമത് ഈ എമൗണ്ട് കണ്ടിട്ട് തന്നെ ഞങ്ങൾ ആകെ ഞെട്ടല്ല. ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ ഇപ്പോ അച്ഛന്റെ കത്തിൽ എന്തോ കടം ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയും വലിയ കടത്തിന്റെ ഒരു ക്ലാരിറ്റി അറിയുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ അച്ഛൻ്റെ കത്തിൽ, അതായത് കെ സുധാകരനും വി ഡി സതീശനുമുള്ള കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു മരണക്കുറിപ്പാണ് എന്ന്. ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം കത്ത് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറണം എന്നാണ് മകനോട് പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം നേതാക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം വായിച്ചിട്ടും ഈ കാര്യം അറിഞ്ഞിട്ടും നേതാക്കൾ ഒന്നും ചെയ്തു തന്നില്ല എന്നാണോ? അതെ. ഞങ്ങളൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അവർക്ക് വിളിച്ചാലോ നിങ്ങളെ കൂടെ ഉണ്ടെന്നൊരു വാക്കെങ്കിലും മതിയായിരുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ പിന്നെ മീഡിയയ്ക്കും പോലീസ് മേധാവിക്കും നമ്മൾ കത്ത് കൈമാറുന്നത്. വയനാട്ടിലെ നേതാക്കളും തിരിഞ്ഞു നോക്കിയില്ലേ? ഇല്ല. ആരും
അച്ഛൻ മരിച്ചതിന് ശേഷം ആരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അച്ഛൻ്റെ കത്തിൽ അവസാനമായി പറയുന്നത് വളരെ ദയനീയമായി, ആർക്കും കേട്ടാൽ കണ്ണ് നനയുന്നത് പോലെ പറയുന്നത് എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്നാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ അത് ഒരു തരത്തിലും ഗൗനിച്ചില്ല എന്നാണല്ലേ? ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, ആ കത്ത് തന്നെ വ്യാജാന്നല്ലേ സാറേ പറയുന്നത്. ആ കത്തിൽ തന്നെ അവർക്ക് വിശ്വാസമല്ല, അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നൊക്കെ പറയുമ്പം ഇനി ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കണ്ടേ? അല്ല, അപ്പോൾ അച്ഛന് പക്ഷേ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടി നേതാക്കൾക്ക് കത്തെഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹം മകനോട് ആവശ്യപ്പെടുന്നത് ഈ കത്ത് ആരും അറിയാതെ, 4 കത്തുണ്ട്, ആരും അറിയാതെ ഈ എഴുതിയ അഡ്രസ്സുള്ള ആളുകൾക്ക് നൽകണം, ഇത് മറ്റാരും അറിയരുത് എന്നാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് പാർട്ടി ഈ കാര്യം, എൻ്റെ കടവും എൻ്റെ പ്രശ്നങ്ങളും പാർട്ടി പരിഹരിക്കട്ടെ, നാട്ടുകാരൊന്നും അറിഞ്ഞ് എൻ്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവണ്ട, പാർട്ടി പരിഹരിക്കും ഈ വിഷയം, ഞാൻ മരിച്ചാലെങ്കിലും എന്നൊരു വിശ്വാസം അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു അപേക്ഷ സ്വരത്തിൽ അത് പറയുന്നതും. അതെ, അത് വായിച്ചാൽ അറിയാം. ഈ നേതാക്കൾ എന്താണ് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന കാര്യം മാത്രമാണോ വി ഡി സതീശൻ പറഞ്ഞത്? നിങ്ങൾ കലുഷമായാണ് സംസാരിച്ചത്, പരുഷമായാണ് സംസാരിച്ചത് എന്ന് നേതാക്കൾക്ക് ഫീലിംഗ് ഉണ്ടോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഹസ്ബൻഡായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഉണ്ടാവുമോ? ഒന്നാമത് സഞ്ചയനത്തിൻ്റെ പിറ്റേ ദിവസം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ പോയത് തന്നെ. അപ്പം ഒരിക്കലും നമ്മൾ ഭീഷണിയുടെ ഒരു സ്വരം ഉണ്ടാവുകയില്ല. പിന്നെ അത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എന്ത് ഭീഷണി, ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾ എന്ത് ഭീഷണിപ്പെടുത്താനാണ് അവരെ? അല്ല, സാധാരണ നിലയിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് മരിച്ചാൽ നേതാക്കൾ അങ്ങോട്ട് വന്ന് കാണേണ്ടതാണ്. അവരോടുള്ള ഒരു റെസ്പെക്ട്, നമ്മളും ആ റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അതെ, ഇതിപ്പോ നിങ്ങൾ സഞ്ചയനം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോയി നേതാക്കളെ കാണുകയാണ്. അച്ഛൻ അവർക്ക് കൊടുത്തൊരു റെസ്പെക്ട് ഉണ്ടല്ലോ, ആ ഒരു റെസ്പെക്ട് ഈ കത്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷേ നിങ്ങളെ കൈവിടുന്ന ഒരു തരത്തിലും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല. ഇപ്പോൾ ഇന്ന് കെ സുധാകരൻ പറഞ്ഞതായി എൻ്റെ അവസാന നിമിഷം ശ്രദ്ധയിൽപ്പെട്ടത്, നേരത്തെ തന്നെ ഞാൻ IC ബാലകൃഷ്ണനോടും ND അപ്പച്ചനോടും തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങും, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതായി ഒക്കെയാണ്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ മുമ്പിൽ കാണുന്നത്? പോലീസ് ഈ കാര്യത്തിൽ നടപടികൾ എടുക്കട്ടെ എന്നുള്ളതാണോ? അതെ, കാരണം അത് അച്ഛൻ്റെ കത്താണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യാജമായിട്ടുള്ളൊരു കത്തുണ്ടാക്കിയിട്ട്, ഒന്നാമത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ എന്ത് വ്യാജമായിട്ട് ഇത് എഴുതി ഉണ്ടാക്കാനാണ്? അല്ല, അത് ആ കത്ത് വായിക്കുമ്പോൾ തന്നെ കത്ത് വായിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റി തന്നെ ഞങ്ങൾ അറിയുന്നത്. അതെ, അല്ല, അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. ആ കത്ത് വായിക്കുന്ന ആർക്കും മനസ്സലിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സലിയാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ കൊച്ചുമക്കൾക്ക് എൻ്റെ അവസാനത്തെ ഉമ്മ മോനും ജിജുവിനെയും കൂടെ കൂട്ടുന്നു, നിന്റെ പാപിയായ അച്ഛൻ പോവുകയാണ്, ഈ കത്ത് നീ മാത്രം വായിച്ച് നശിപ്പിക്കണമെന്നൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ അവസാന നിമിഷം അങ്ങേയറ്റം വൈകാരികതയോടുകൂടിയ എഴുതുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിനെ അവിശ്വസിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ആർക്കറിയാമെന്ന് ചോദിക്കുന്നു. ഇതിൽ ക്ലാരിറ്റിയുടെ കുറവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ അവസാനത്തെ വിലാപത്തിന് എന്ത് ക്ലാരിറ്റി കുറവുണ്ടായതായിട്ടാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക? അറിയില്ല, എന്താ പറയാ. എന്തായാലും ഈ കത്ത് വായിക്കുന്ന മറ്റാർക്കും അങ്ങനെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമല്ല. ഞങ്ങളോട് പോലും പറയാണ്ട് ഞങ്ങളെ മുന്നിൽ പോലും പാർട്ടീനെ പറഞ്ഞോളൂ പത്മജ, പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾക്ക് മുന്നിൽ പോലും പാർട്ടീനെ മരിക്കുന്ന സമയം വരെ നമ്മളെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും, അല്ല പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും നമ്മളോട് വരെ മരിക്കുന്ന സമയം വരെ പറഞ്ഞിട്ടില്ല. ആ കത്ത് വായിച്ചപ്പോഴാണ് നമ്മൾ വരെ അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ. അപ്പം എന്തോരും ആ മനുഷ്യൻ പാർട്ടീനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണ്ടേ? നിശ്ചയമായും. അല്ല, അത് ശരിയാണ്. ആ മനുഷ്യൻ അങ്ങേയറ്റം പാർട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ആ കത്ത് വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്.